അപ്പോൾ കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്തിട്ട് കിട്ടാത്ത ഫോളോവേഴ്സും റീച്ചൊക്കെ ഒറ്റ ദിവസം കൊണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കും ഇവളെ പോലെ എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്താൽ മതിയല്ലേ. ഹലോ ഗൈസ്, ഇന്നലെ മുതൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടെ കണ്ടുവരുന്നൊരു സംഭവമാണ് MDMA ആയിട്ട് ഒരു പെണ്ണിനെ പിടിച്ചു എന്ന് പറയുന്നത്. അതായത് ഒരു 20 വയസ്സുള്ള ഫാത്തിമ നസീർ എന്ന് പറഞ്ഞ പെൺകൊച്ചിനെ MDMA അതായത് കാറിന്റെ ബോണറ്റിൽ വെച്ചിട്ട് കടത്താൻ വേണ്ടി ശ്രമിച്ചിരുന്ന 2-3 കോടി വില വരുന്ന MDMA ബാക്കി മയക്കുമരുന്നായിട്ട് പിടിക്കപ്പെട്ടു എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഇതുപോലുള്ള കേസുകൾ ഒരുപാട് ആൾക്കാർ പിടിക്കപ്പെടുന്നുണ്ട്. അതിലധികം നമ്മൾ കാണുന്ന വെച്ചാൽ 20, 25 അല്ലെങ്കിൽ 18 വയസ്സുള്ള പിള്ളേരാണ് ഇതിന്റെ പുറകിൽ നിൽക്കുന്നത് എന്നുള്ളതാണ്. അവർക്ക് അവരുടെ ഭാഗത്ത് മാത്രമല്ല ബാക്കി പല ജില്ലകളിലും പല ആൾക്കാരായിട്ട് അവർക്ക് ഡീലിംഗ് ഉണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. ഇപ്പം മിനിഞ്ഞാന്ന് ഈ ഫാത്തിമ നസീർ എന്ന് പറഞ്ഞ പെങ്കൊച്ചിനെ പിടിച്ചു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞിട്ട് സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് ഇതേപോലെ ഏതൊരു ഹോട്ടൽ റൂമിൽ വെച്ചിട്ട് ഒരു പെങ്കൊച്ചിനെയും ഇതേപോലെ വേറൊരു പയ്യനെ പിടികൂടിയതാണ്. അവരുടെ കയ്യിൽ ഇതേപോലെ കഞ്ചാവ്, MDMA, പിന്നെ ഇത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് അളന്നു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇലക്ട്രോണിക് സ്കെയിൽസും കാര്യങ്ങളും അതും പോലീസിന് വരെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും അതിശയം എന്താണെന്ന് പറഞ്ഞു വെച്ചാൽ ഈ ഫാത്തിമ നസീർ എന്ന് പറഞ്ഞ പെങ്കൊച്ചിനെ പിടിച്ച് ന്യൂസുകാർ വരെ ഫോട്ടോ പുറത്തു വിട്ട് അവർ കൊടുത്ത ലേബൽ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ പ്രവൃത്തികൾ ചെയ്യുന്ന ആൾക്കാർ മറ്റുള്ളവർക്ക് എന്ത് ഇൻഫ്ലുവൻസിങ് ആണ് ചെയ്യുന്നതെന്നുള്ളൊരു ഐഡിയ ഇതുവരെ കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ ഇത് എന്താ അർത്ഥത്തിലാണ് ഈ മീഡിയ ടീമുകൾ ഇവർ ഫോട്ടോ വെച്ചിട്ട് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ എന്നുള്ള ലേബൽ കൊടുത്തതെന്നുള്ളത് ഇതുവരെ ഐഡിയ കിട്ടിയിട്ടില്ല. ഇനി പല ജില്ലകളിലായിട്ട് ഇവർ MDMA അല്ലെങ്കിൽ ഇതുപോലുള്ള സാധനങ്ങൾ വിൽക്കുന്നതാണോ ഇവർ ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്ന ഇൻഫ്ലുവൻസിങ്? അതാണ് ഈ മീഡിയക്കാർ ഉദ്ദേശിക്കുന്നത്. അതല്ല, മീഡിയക്ക് അവരുടെ റീച്ചിന് വേണ്ടിയിട്ട് കാണിക്കുന്ന ഓരോ തെമ്മാടിത്തരം മാത്രമാണ് ഈ ഇൻഫ്ലുവൻസർ എന്നുള്ള ലേബലൊക്കെ. പിന്നെ അതിന് പുറമെ വേറൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഈ കൊച്ചിന്റെ ഫോട്ടോ വെച്ചിട്ട് ന്യൂസ് വരുന്നത് സ്വാഭാവികമായിട്ടും ആൾക്കാർ ഇത് കാണുന്നത്. ഒരുപാട് ആൾക്കാർ ഇവരെ കമന്റ് ബോക്സിൽ പോയിട്ട് ഈ പെങ്കൊച്ചിനെ തെറി വിളിക്കുന്നുണ്ട്, ഈ പെങ്കൊച്ചിനെ പറ്റി മോശമായിട്ട് പറയുന്നുണ്ട്, ഈ പെങ്കൊച്ചിനെ എല്ലാം പിടിക്കണം എന്ന് പറയുന്നുണ്ട്. പിടിക്കണം, ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരെ, സപ്ലൈ ചെയ്യുന്നവരെ, ഇത് വാങ്ങുന്നവരെ, ഇത് ഉപയോഗിക്കുന്നവരെ, ഇതിനായിട്ട് പിന്തുണക്കുന്ന എല്ലാവരും പിടിക്കണം. അതന്നെയാണ് വേണ്ടത്. പിന്നെ ഒരു കൂട്ടം ആൾക്കാർ ഈ പെങ്കൊച്ചിനെ പൊക്കി പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഈ പെങ്കൊച്ചിന്റെ ഫാൻസ് യൂണിറ്റി എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഈ പെങ്കൊച്ചിനെ ഇഷ്ടമുള്ളവരെ ലൈക്ക് അടിക്കുക, അല്ലെങ്കിൽ ഈ പെങ്കൊച്ചി ചെയ്യുന്നത് ഓക്കെ ആണെന്ന് തോന്നുന്നവർ ലൈക്ക് അടിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും കുറെ ആൾക്കാർ രംഗത്തെത്തിയിട്ടുണ്ട്. അതും നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. ഒരു കൂട്ടം ഇതിനെതിരെ എതിർത്ത് സംസാരിക്കുമ്പോൾ വേറൊരു കൂട്ടം ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ആ കൊച്ചിന്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ എന്ന് പറയുന്നത്. കാരണം ആ കൊച്ചിനെ പിടിച്ച് പോലീസ് അല്ലെങ്കിൽ ന്യൂസ് ഇവരുടെ ഫോട്ടോ പുറത്തു വിടുമ്പോൾ അവൾക്കുള്ളത് 10K ഫോളോവേഴ്സ് ആണ്. ഇന്ന് 2 ദിവസത്തിന് ശേഷം ഇന്ന് നോക്കുമ്പോൾ അത് 20,000-ന് മുകളിൽ കയറിയിട്ടുണ്ട്. നാളെ ചിലപ്പോൾ ഇത് 50 ആകാം, 100 ആകാം, അല്ലെങ്കിൽ ലക്ഷങ്ങൾ വീണ്ടും ഫോളോവേഴ്സ് കൂടി വരാം. അവരിടുന്ന ഫോട്ടോസ് അല്ലെങ്കിൽ അവരിടുന്ന വീഡിയോസ് അല്ലെങ്കിൽ ഓൾറെഡി ഇട്ട് വെച്ച ഫോട്ടോസ് വീഡിയോസിനൊക്കെ കൂടുതൽ റീച്ച്, അക്കൗണ്ടിന് റീച്ച് എല്ലാം ഉണ്ടാവും. കാരണം നമ്മളിടയിൽ തന്നെ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കഷ്ടപ്പെട്ട് കോണ്ടന്റ് ഉണ്ടാക്കി വീഡിയോസ് ചെയ്ത് റീൽസ് ചെയ്ത് അത് ഇതേപോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്ത് അതിന് റീച്ച് ഇല്ലാണ്ട് മനം മടുത്ത് പിന്നെ വീഡിയോ ചെയ്യാണ്ടിരിക്കുന്ന ഒരുപാട് നല്ല കഴിവുള്ള ആൾക്കാർ ഇപ്പോഴും നമ്മുടെ ചുറ്റുപാടുണ്ട്. അവർക്കില്ലാത്തത് റീച്ചാണ്. പക്ഷേ ഇതുപോലുള്ള ആൾക്കാർക്ക് ഒരുപാട് ആൾക്കാർ കണ്ണും പൂട്ടി കൊടുക്കുന്നതും അവർക്ക് കൊടുക്കാത്ത അതേ സെയിം റീച്ച് തന്നെയാണ്. 10K ഫോളോവേഴ്സ് ഉള്ള ഒരു പെണ്ണിന്റെ പ്രൊഫൈല്, ആ പെണ്ണ് ഇപ്പൊ ഇന്ന് അറിയപ്പെടുന്നത് MDMA ആയിട്ട്, കോടികൾ വിലമതിക്കുന്ന MDMA ആയിട്ട് പോലീസ് പിടിച്ചു എന്ന് പറയുന്ന ആ ഒരു പെണ്ണ്, അവൾക്ക് 10K ഫോളോവേഴ്സ് മാത്രം ഉണ്ടായിരുന്ന പ്രൊഫൈലിൽ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പടക്കം നോക്കുമ്പോൾ 20,000-ന് മുകളിലാണ് അവൾക്ക് അക്കൗണ്ടിന് ഫോളോവേഴ്സ് കിടക്കുന്നത്. അപ്പൊ ഇതുകൊണ്ടൊക്കെ എന്താണ് നമ്മുടെ സമൂഹം ഉദ്ദേശിക്കുന്ന ഒരു ഐഡിയ കിട്ടുന്നില്ല. എന്തിനാണ് ഇതേപോലുള്ള ആൾക്കാരെ വളർത്തിക്കൊണ്ടുവരുന്നത്? അല്ലെങ്കിൽ എന്തിനാണ് ഇപ്പൊ ഇവർ പുറത്തിറങ്ങിയാലും കള്ളന്റെ കാര്യം കേട്ടിട്ടില്ല, ഒരു വട്ടം കട്ടവൻ പിന്നെ കട്ടിട്ടേ ജീവിക്കുള്ളൂ. അതുപോലെ തന്നെ ഈ പരിപാടിക്ക് നിന്ന് അല്ലെങ്കിൽ ഈ പരിപാടിയാണ് ബിസിനസ് ആക്കി എടുത്തത് ഒരു ഉപജീവന മാർഗമാക്കി കണ്ടു കിടക്കുന്ന ആൾക്കാർ ഒരു വട്ടം പിടിച്ചാലും പിന്നെ അവസരം കിട്ടിയവർ ഇതന്നെ ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മളിൽ പലരും ഇപ്പോൾ അവർക്ക് കൊടുക്കുന്ന ഈ സപ്പോർട്ട് കാരണം നാളെ നമ്മുടെ മക്കൾക്കിടയിലേക്ക്, നാളെ നമ്മുടെ കുടുംബത്തിനിടയിലോ കണ്ണീര് വരാൻ കാരണമാവരുത്. ഇവളെ പോലെയുള്ള അല്ലെങ്കിൽ ഇവള് മാത്രമായിരിക്കില്ല, ഒരുപാട് യുവാക്കളുണ്ടാവും ഇവരുടെ കൂട്ടത്തിൽ. യുവാക്കളും യുവതികളും എല്ലാവരും ഇവരുടെ കൂട്ടത്തിലുണ്ടാവും. അത് നമുക്ക് ആർക്കും ഉറപ്പ് പറയാൻ പറ്റൂല ഇവള് മാത്രമാകുന്നു. ചിലപ്പോൾ ഇതിന്റെ പുറകെ ഒരു വലിയ ടീം തന്നെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് മാക്സിമം ഇതേപോലെ ആൾക്കാരെ വളർത്താതിരിക്കുക. നമ്മൾ ആരും പേഴ്സണലായിട്ട് പോയിട്ട് തല്ലാനോ അല്ലെങ്കിൽ കുത്തുവാക്ക് പറയാനോ ഒന്നും പറയുന്നില്ല. പക്ഷെ നമ്മൾ ഈ സോഷ്യൽ മീഡിയ വഴി അവർക്ക് കൊടുക്കുന്ന ഈ സപ്പോർട്ട് ഉണ്ടല്ലോ, അത് നമ്മൾ കഴിവുള്ള ആൾക്കാർക്ക് കൊടുക്കുക. അല്ലാണ്ട് നമ്മുടെ സമൂഹത്തിന് അല്ലെങ്കിൽ വളർന്നു വരുന്ന സമൂഹത്തിനെ വഴിതെറ്റിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ വഴിതെറ്റിക്കാൻ മാത്രം ആയിട്ട് മുന്നിട്ട് നിൽക്കുന്ന ഇതേപോലുള്ള ആൾക്കാർക്ക് നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ട് അത് ഒഴിവാക്കിക്കൊണ്ട് സമൂഹത്തിൽ കഴിവുള്ള ആൾക്കാർക്ക് ഈ സപ്പോർട്ട് കൊടുക്കുക. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ വീഡിയോ കാണുന്ന എൻ്റെ സുഹൃത്തുക്കൾ, ആളുകൾ ഒന്ന് ചിന്തിക്കുക, ഒന്ന് മാറ്റി ചിന്തിക്കുക. മീൻസ് എല്ലാവരും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നില്ല, പക്ഷെ നമ്മുടെ കൂട്ടത്തിലും ഇവളെ പോലെയുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാർ പ്രൊഫൈൽ കാണുമ്പോൾ ഫോളോ ചെയ്ത് അത് മാസാക്കി കൊണ്ടു നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ അടുത്ത് പറയാനുള്ളത് ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക. നിങ്ങൾ ഇന്ന് കൊടുക്കുന്ന സപ്പോർട്ട് കൊണ്ട് നാളെ നിങ്ങൾ സ്വയം ദുഃഖിക്കാനുള്ള ഇടവരുത്താതിരിക്കുക.